കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വറുത്ത അരിപ്പൊടി വേണം. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ എടുക്കുക. അതാണ് എൻ്റെ പ്രൊപ്പോർഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പിൻ്റെ പകുതിയും വറുത്ത നൈസ് അരിപ്പൊടി. അതിലേക്ക് അതിൻ്റെ ഇരട്ടി നാളികേരപ്പാൽ ചേർത്തു. നല്ല തിക്കായിട്ടുള്ള നാളികേരപ്പാൽ. അപ്പോൾ തിക്കായിട്ടുള്ള നാളികേരപ്പാൽ കിട്ടാനായിട്ട് നമ്മൾ 1 കപ്പ് നാളികേരം ചേരുകയാണെങ്കിൽ അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. വെള്ളം കൂടുതലായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാളികേരപ്പാലിൻ്റെ കട്ടി കുറയും. കട്ടി കുറഞ്ഞ നാളികേരപ്പാലിൽ ഈ പൊടി കലക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിണ്ണത്തപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു തരി പോലും ഇല്ലാണ്ട് ഇങ്ങനെ അലിയിച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ നാളികേരപ്പാൽ 1 നാളികേരം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല. വൈറ്റ് ഷുഗർ ആണെങ്കിൽ 1/2 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. ബ്രൗൺ ഷുഗറിന് കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ട് ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം മതിയോ എന്ന്, എന്നിട്ട് നിർത്തുക. 1/4 കപ്പോ 1/2 കപ്പൊക്കെ എടുത്ത് വയ്ക്കുക. നമ്മൾ നോക്കിയിട്ട് ചേർത്താൽ മതി കൂടുതൽ. ഇതിപ്പോൾ പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. അപ്പോൾ പഞ്ചസാരയും അതെ നന്നായിട്ട് അലിയിച്ചെടുക്കണം. തരിയും ഒന്നും പാടില്ല കേട്ടോ. തരി ഉണ്ടെങ്കിൽ പിന്നെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ എവിടെയും കട്ട പിടിച്ച് കിടക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാതും കലക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചു. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ തട്ട് പോലത്തെ ഇല്ലെങ്കിൽ സാധാരണ പ്ലേറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. അപ്പോൾ ഇത് വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉള്ളതും നല്ല മണമുള്ളതും. വേറെ നെയ്യായാലും എന്തായാലും ഇത്ര തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഏത് പാത്രം എടുക്കായാലും അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചാൽ മതി. കിണ്ണത്തപ്പം ഇങ്ങനെ കനം കുറഞ്ഞതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അതിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോണൊക്കെ പോലെ കിട്ടണമെങ്കിൽ നല്ല കനം കുറഞ്ഞത് തന്നെ ആവണം. അപ്പോൾ 1/4 ഭാഗം ഒഴിക്കുക. ഈ പ്ലേറ്റ് ആയാലും ഏത് പ്ലേറ്റ് ആയാലും കേട്ടോ. അതിന് കഴിഞ്ഞ ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ആവി വരട്ടെ. ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ആവി വന്നതിന് ശേഷം ആണ് 5 മിനിറ്റും കൂടെ വയ്ക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ അപ്പം റെഡിയായി. അപ്പോൾ 5 മിനിറ്റ് മതിയിട്ട് അത് വെന്ത് കിട്ടാൻ. ഈ കനത്തിലാണെങ്കിൽ കട്ടി കൂടുമ്പോൾ ചിലപ്പോൾ ഇനി 5-6 മിനിറ്റൊക്കെ അങ്ങോട്ട് വ്യത്യാസം വരും. ഈ കനത്തിൽ വേവാനായിട്ട് 5 മിനിറ്റ് മതി. അടുത്ത തട്ട് വെക്കുമ്പോഴേക്കും നമ്മൾ വെള്ളം ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ ആദ്യത്തെ വെന്ത് കഴിയുമ്പോഴേക്കും വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം ഇല്ലാണ്ട് പിന്നെ ആവി വരില്ല ശരിക്കും. അപ്പോൾ വെള്ളം കൂടുതൽ രണ്ടാമത് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഞാൻ രണ്ടാമത് ഇതുപോലെ തന്നെ ആവി വന്ന് ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കുക. പിന്നെ അതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം അത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. വേഗം തണുത്ത് കിട്ടും, കനം കുറവല്ലേ. സ്പാച്ചുലയിൽ കുറച്ച് ഇങ്ങനെ ഓയിൽ തടവി കൊടുത്താൽ ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വേഗം എടുക്കാൻ പറ്റും കേട്ടോ. അതേ കണ്ടില്ലേ, നല്ല അടിപൊളി കിണ്ണത്തപ്പം. നല്ല ഭംഗിയില്ലേ കാണാൻ. ബ്രൗൺ ഷുഗർ ഇട്ടപ്പോൾ നല്ല ബ്രൗൺ കളറായി. അതേ സ്പാച്ചുല കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തത് കേട്ടോ. നൈഫൊന്നും വേണ്ട അത് കട്ട് ചെയ്യാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കിണ്ണത്തപ്പത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇതൊരു പീസ് എടുത്ത് കഴിക്കും. മധുരല്ലേ, നമുക്ക് ഒരു പീസിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പറ്റില്ല മക്കളെ. ഒരു പീസ് കഴിച്ചോ നെക്സ്റ്റ് എടുക്കും അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ കിണ്ണത്തപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് അധികം ഉണ്ടാക്കണ്ട, കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വെറും ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങളെക്കാളും ഹെൽത്തി ആണല്ലോ. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ മധുരം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഈ മധുരം കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ 1/2 കപ്പോ 1/4 കപ്പോ മധുരം എടുത്ത് വെച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓരോ പ്രാവശ്യം ഇളക്കുമ്പോൾ ഇത് മതിയോ എന്ന്. ഈ മധുരം കറക്റ്റാണ്. കാരണം നമ്മൾ കുറച്ചല്ലേ ഇത് കഴിക്കുള്ളൂ. അപ്പോൾ കുറച്ചാകുമ്പോൾ നല്ല അത്യാവശ്യം ആവശ്യത്തിനുള്ള മധുരം വേണം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും തന്നെയാണ് വിശ്വാസം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അതേ 2 എണ്ണമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഈ അളവ് കൊണ്ട് 2 എണ്ണം ഇങ്ങനെ 2 ഷേപ്പിലായിട്ട് മുറിച്ചെടുത്തതാണ്.
അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. അളവ് നോക്കിക്കോളൂ. 1 ഗ്ലാസ് വറുത്തരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് നല്ല കുറുകിയ നാളികേരപ്പാൽ. അത്ര വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാലും പാടാ, വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.